വിശേഷം ഒരു യാത്രയുടേതാണ്. രാവിലെ തന്നെ എണീച്ച് കഴിഞ്ഞ ഒരു മന്ദഗതിയാ. അതൊക്കെ വിട്ടുമാറാൻ കുറച്ച് സമയമെടുക്കും. എന്തായാലും നമുക്ക് നേരില്ല, വേഗം പോയി ഒന്ന് മാറ്റി വരാം. മാറ്റി വന്നപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഓക്കെ ആയി. വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് ഈ 2 ബാഗേ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കൊണ്ടുപോവാം. എന്തായാലും നമ്മൾ പോയിട്ട് വരാം. രാവിലെ കറക്റ്റ് 5:30 വരുന്നു പറഞ്ഞ ബസ് കൃത്യം 6 മണിയായപ്പോൾ എത്തിയിട്ടുണ്ട്. അവിടെ കയറിയപ്പോൾ തന്നെ ഒരു പള്ളി പെരുന്നാൾ പ്രതീതിയേനു. മൊത്തം പച്ചയും മഞ്ഞയും ചുവപ്പും ലൈറ്റിൻ്റെത്. എല്ലാവരും അങ്ങ് ചാടി കളിക്കാൻ തുടങ്ങി. പാട്ട് കേട്ടതും ഇട്ടതും നമ്മൾ പ്ലാൻ ചെയ്തതും പോലെയൊക്കെ എല്ലാം ചെയ്യണമെന്ന് കരുതിയെങ്കിൽ അതൊന്നും നടന്നില്ല. എന്തായാലും കുറേ നേരം സൈറ്റൊക്കെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും അതെല്ലാവരും തുള്ളി കളിക്കാൻ തുടങ്ങി. ഞാനാണ് ആദ്യം എല്ലാം കാണുന്നത്. ഞാൻ കണ്ടതിന് ശേഷം മാത്രം ആദ്യം ബാക്കി എല്ലാവരും കാണില്ലെന്ന് പറഞ്ഞിട്ട് മാമനെന്താ നിന്ന് കാണലോ കാണൽ. ഞാൻ എന്നെ അത്ഭുതപ്പെട്ടു. അത്രയും നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും നമ്മളെ ഇപ്രാവശ്യത്തെ വരുത്തിൻ്റെ ഉദ്ദേശം മെയിനായിട്ട് സ്ഥലം കാണാണ്. വയനാട്ടിൽ നമ്മൾ കാണാത്ത സ്ഥലം ഉണ്ടെന്ന് വെച്ചാൽ ഇനിയും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും 8:30 ആയപ്പോൾ തന്നെ നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചുരത്തിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ വണ്ടിക്ക് നിർത്തിയിട്ടിട്ട് അവിടെ നിന്നുള്ള സൈറ്റ് സീയിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് കുരങ്ങനൊക്കെ അതാ നിൽക്കണേ. ഇപ്പോഴും അതിൻ്റെ ശേഷം വയനാട് വരുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കലുണ്ട്. അത്ര കുരങ്ങന്മാരേ ഇല്ല. എന്ത് പറ്റിയാവോ. എന്തായാലും നല്ലൊരു മോർണിംഗ് വ്യൂ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വിശക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ തന്നെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ കൊണ്ടുപോയ കടലക്കറിയും പത്തിരിയും വടയും നല്ല രസമുള്ള പത്തിരികളൊക്കെ തിന്ന് എല്ലാവരും അങ്ങ് വിശപ്പൊക്കെ അടക്കി. പഴം നിറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ചോപ്പ് തൊപ്പിട്ട ആളെ നല്ല ശ്രദ്ധിച്ചു ചോളി. ഇതാണ് നമ്മൾ ടൂറിസ്റ്റ് ഗൈഡ്. ആർക്ക് വേണമെങ്കിലും ബുക്ക് ചെയ്തോളി. അപ്പം അത്രേ ഉള്ളൂ.